വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട ജെപിസി റിപ്പോർട്ടിന് അംഗീകാരം നൽകി രാജ്യസഭ. റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചു. രാജ്യത്തിനെതിരെയാണ് പ്രതിപക്ഷത്തിന്റെ യുദ്ധമെന്ന് ജെ.പി. നദ്ദ. പ്രീണന രാഷ്ട്രീയം പ്രതിപക്ഷം അവസാനിപ്പിച്ചിട്ടില്ല. രാജ്യത്തെ വീണ്ടും വിഭജിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും ജെ.പി. നദ്ദ തിരിച്ചടിച്ചു. Motion moved. Those in favor will please say aye. Those against will please say no. I think ayes have it. Ayes have it. Ayes have it. Motion is adopted. Dr. Al Murugan to move a motion for nomination of 7 members to the Committee on Public Accounts. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ലോക്സഭയിൽ ജെപിസി റിപ്പോർട്ട് വച്ചപ്പോഴുണ്ടായ സമാനമായ സാഹചര്യം തന്നെ രാജ്യസഭയിലും ഉണ്ടായിരിക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. ഈ രാജ്യത്തെ വിഭജിക്കാനാണ് കൂട്ടുനിൽക്കുന്നത് എന്ന തരത്തിലടക്കം സർക്കാരിന് പ്രതികരിക്കേണ്ടി വന്നു. നിലവിലെ സാഹചര്യം നീലിമ, രാവിലെ 11-ന് സഭ സമ്മേളിച്ചപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ ഈ ജെപിസി റിപ്പോർട്ട് സഭയിൽ വെച്ചിരുന്നു. തുടർന്ന് പ്രതിപക്ഷം വലിയ ബഹളമാണ് ഇതിനെതിരെ ഉയർത്തിയത്. ഈ ജെപിസിയുടെ ഈ റിപ്പോർട്ട് ഫേക്കായ റിപ്പോർട്ടാണെന്നും, അതായത് പ്രതിപക്ഷ അംഗങ്ങളുടെ നിലപാടുകളെ അംഗീകരിക്കുകയോ അത് കേൾക്കുകയോ ചെയ്യാതെ ഏകപക്ഷീയമായി രൂപീകരിച്ച ഒരു റിപ്പോർട്ടാണ്. അതിനാൽ ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല എന്നതായിരുന്നു കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും വാദം. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജുൻ ഖാർഗെ തന്നെയാണ് ഈ വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിയത്. ഭരണഘടനാ വിരുദ്ധമായ റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ ജെപിസിയുടെ പേരിൽ സഭയിൽ വെച്ചത് എന്നതായിരുന്നു മല്ലികാർജുൻ ഖാർഗെയുടെ ആരോപണം. ഇതിനെ പ്രതിരോധിക്കുവാൻ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും ഒപ്പം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ഉണ്ടായിരുന്നു. പിന്നീട് ബി.ജെ.പി. ദേശീയ അധ്യക്ഷനും ആരോഗ്യമന്ത്രിയും ബി.ജെ.പിയുടെ രാജ്യസഭാ കക്ഷി നേതാവുമായ ജെ.പി. നഡ്ഡയും മല്ലികാർജുൻ ഖാർഗെയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. വീണ്ടും പ്രീണന രാഷ്ട്രീയമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. രാഷ്ട്ര വിഭജനം വീണ്ടും നടത്തുവാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നതായിരുന്നു ജെ.പി. നഡ്ഡയുടെ ആരോപണം. മല്ലികാർജുൻ ഖാർഗെക്ക് ശക്തമായ മറുപടി എന്ന നിലയിലാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ തന്നെ ഇന്നിപ്പോൾ സഭയിലെത്തി ഈ വഖഫുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയത്. എന്തായാലും ഇന്നിപ്പോൾ ഈ വലിയ പ്രതിപക്ഷ ബഹളം രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായി. രാജ്യസഭയിൽ ഈ റിപ്പോർട്ട് ടേബിൾ ചെയ്ത ഉടൻ പ്രതിപക്ഷം ബഹളം വെച്ചുവെങ്കിൽ ലോക്സഭയിലും ജെപിസി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ബഹളമാണ് ഇന്നുണ്ടായത്. 2 മണിവരെ നിലവിൽ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടെ 2 സഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിയും. പിന്നീട് അടുത്ത മാസം 10 മുതൽ ഏപ്രിൽ മാസം 4 വരെയാണ് ഇനിയും പാർലമെന്റ് സമ്മേളിക്കുന്നത്. ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടമാണ് മാർച്ച് 10 മുതൽ ഏപ്രിൽ 4 വരെ. ഒരുപക്ഷെ ഈ ജെപിസി റിപ്പോർട്ട് ഇന്ന് രാജ്യസഭ കൂടി അംഗീകരിച്ച പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 1-ന് ലോക്സഭയും ഈ റിപ്പോർട്ട് അംഗീകരിച്ചതാണ്. അതിനാൽ പാർലമെന്റിന്റെ ഇരുസഭകളും ജെപിസി റിപ്പോർട്ട് അംഗീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വരുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടത്തിൽ ഈ വഖഫ് ഭേദഗതി ബിൽ ഒരിക്കൽ കൂടി പാർലമെന്റിൽ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. നീലിമ, മറ്റൊരു സുപ്രധാനമായ കാര്യം, ഇൻകം ടാക്സ് അമെൻഡ്മെന്റ് ബില്ല് ലോക്സഭ അവതരിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ആ വിവരങ്ങൾ കൂടി. നീലിമ, 1960 മുതലുള്ള ആദായ നികുതി നിയമമാണ് നിലവിൽ നമ്മുടെ രാജ്യത്തുള്ളത്. നിലവിൽ അത്തരം നിയമങ്ങൾ അത് കുറച്ചുകൂടി സാധാരണക്കാർക്ക് ഉൾപ്പെടെ മനസ്സിലാക്കുന്ന രീതിയിൽ അതിന്റെ പേജുകൾ ഉൾപ്പെടെ കുറച്ചുകൊണ്ടുള്ള ഒരു ഭേദഗതി നിയമമാണ് പുതിയതായി ഈ ആദായ നികുതി ബിൽ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ ഈ ബില്ല് കൂടി ഈ അവസാന ദിവസത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുകയാണ്.